ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചതിയില്ല. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ നിനക്ക് നിന്റെ ഹർഷനൊപ്പം US പോകാം. ഇവിടെ നടന്നതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് നീ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതം. നീ ഇപ്പൊ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കേണ്ടി വരും. നീ ചെയ്യേണ്ടത് എന്താണെന്ന് അപ്പപ്പോ ഫോൺ ചെയ്ത് പറയാം ഞാൻ. തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങളൊന്നുമില്ലാതെ അനുസരിച്ചാൽ മാത്രം മതി. പിന്നെ സത്യാമ്മയുടെ വീട്ടിൽ ഒരില അനങ്ങിയാൽ പോലും ആ കാര്യം ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പോ ഡീൽ. ഹർഷന് നിനക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? ശരി. ഇവളത് എവിടെ പോയി? ശാലിനി ശാലിനി Charlie! 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 മോളെ നീ മോളെ Charlie! 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 വിഷ്ണുട്ടാ വിഷ്ണുട്ടാ എന്ത് പറ്റിയെന്ന് പറ. വിഷ്ണുട്ടാ ശബ്ദം കേട്ടാ അവരെല്ലാരും എഴുന്നേറ്റ് വരും. എന്താ പറ്റിയെന്ന് പറ. അയ്യോ വിഷ്ണുട്ടാ
വിഷ്ണു വിഷ്ണു എന്താ എന്താടാ വിഷ്ണു എന്താടാ എന്താ ശാലിനി എന്താന്ന് പറയടാ ശാലിനി മോളെ കുറച്ച് വെള്ളം എടുത്തേ എടുക്കാം. എന്താ മോനെ പറ്റിയത് ഇത് പിടിക്കും മോളെ എടാ എന്താടാ നിനക്ക് പറ്റിയത് വിഷ്ണു എന്ത് പറ്റിയടാ നിനക്ക് ശാലിനി മരിച്ചമ്മ ശാലിനി മരിച്ചു നിന്നോട് ആരാടാ ഇതൊക്കെ പറഞ്ഞത് ഞാനെന്റെ കൺമുന്നിൽ കണ്ടതാ ശാലിനിയെ വണ്ടി വന്നിടിച്ചിട്ട് തലയിടിച്ച് റോഡ് വീണിട്ട് ശാലിനി നമ്മുടെ വണ്ടി കിടന്നിട്ടാ ശാലിനി മരിച്ച് എപ്പോ ഞാൻ ഇപ്പൊ കണ്ടതാ അതിന് നീ ഇപ്പൊ എവിടെ പോയതാ എടാ നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നോ അതിനിടയിൽ എങ്ങനെയാ നീ ശാലിനിയെ വണ്ടി ഇടിക്കുന്നത് കണ്ടത് ശാലിനി ചേട്ടാ ശാലിനി അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു അത് വിഷ്ണുട്ടൻ എന്തോ പേടി സ്വപ്നം കണ്ടതാ സത്യമേ. എനിക്ക് കുറച്ച് വെള്ളം വേണം. മോളെ വെള്ളം എടുത്തു കൊടുക്ക. എടാ നീ ഇപ്പോഴും അവളെ പറ്റിയുള്ള വിചാരം വിട്ടില്ലേ? ഉറക്കത്തിൽ പോലും അവളെ പറ്റിയാണോ അവിടെ ചിന്ത നിനക്ക്? സ്വപ്നം കണ്ടതമ്മേ. സ്വപ്നങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ആർക്കെങ്കിലും? എടാ ആ സ്വപ്നം ഇനി വേണ്ടാന്ന്. ഈ നിൽക്കുന്നില്ലേ ഇവളെ ഇനി നിന്റെ സ്വപ്നം. പക്ഷെ ഞാൻ പറഞ്ഞു നിന്നെ ചതിച്ചിട്ട് മറ്റാരുടെ കൂടെ പോയവളാ അവള്. അവള് നിന്റെ സ്വപ്നത്തിൽ പോലും വരുന്നത് എനിക്കിഷ്ടമല്ല. എടാ നിനക്ക് വേറെ എന്തെല്ലാം ഉണ്ട് ചിന്തിക്കാൻ? നിന്നെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ അമ്മയെ കുറിച്ച്, ഈ കുടുംബത്തെ കുറിച്ച്, വേറെ എന്തെല്ലാം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ശാലിനിക്ക് ഒരു ആപത്ത് വരുന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എടാ അവൾക്ക് നല്ലതോ ചീത്തയോ വരട്ടെ, അതിന് നിനക്കെന്താ? ചേട്ടാ അവളെ വണ്ടി ഇടിച്ചാലും മരിച്ചാലും നിനക്കെന്താ? വിഷ്ണു, നീ അവളെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു. നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി ഇവിടെ നിൽക്കുമ്പോ അവളെ പറ്റി പറഞ്ഞു കരയാൻ നിനക്ക് നാണമില്ലടാ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കടാ മോളെ. ശ്യാമേ വാ മോളെ പോകാം. മോളെ ഒരു നിമിഷം നിങ്ങൾ വന്നേ. വാ. നീ നടന്നു, ഞാൻ വന്നേക്കാം. മോളെ, സ്ത്രീകളെ പോലെ അല്ല പുരുഷന്മാർ. അവരുടെ ജീവിതത്തിൽ പല സ്ത്രീകൾ വന്നെന്നിരിക്കും. എന്നാൽ നമ്മൾ അവരോടൊപ്പം കഴിയുമ്പോൾ
പഴയ ആൾക്കാർ മടങ്ങി എത്താതിരിക്കുന്നതും പുതിയ ആൾക്കാർ രംഗപ്രവേശം ചെയ്യാതിരിക്കുന്നതും നമ്മുടെ മിടുക്ക. മോൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? ശരി. ശാലിനിയെ കാണാതെ സമാധാനം കിട്ടുന്നുണ്ടാവില്ല. പാവം, പൊയ്ക്കോട്ടെ. കാർത്തികയ്ക്ക് കൊടുത്ത ഡോസ് ഒന്നും ഏറ്റില്ലേ? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. അല്പ അനുസരണ കുറവുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. ശരി, അങ്ങോട്ട് തന്നെ വിളിക്കാം. ആവശ്യം എന്റേതായി പോയില്ലേ? മധുശ്രീയോ? ഈ സമയത്തോ? ഉറങ്ങില്ല മധുശ്രീ? എന്നെ അങ്ങ് ഉറക്കി കളയല്ലേ നീ? എന്താണ് നീ എന്നെ വിളിക്കാത്തത്? ഞാൻ വിളിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഇവിടെ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലെന്നോ? എടി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞയച്ചത്? ഓർമ്മയുണ്ടോ വല്ലതും? അവിടെ ഒരു ഇല അനങ്ങിയാൽ ഞാൻ അറിയണമെന്ന്. എന്നിട്ട് ഈ സമയം വരെ നീ എന്നെ വിളിച്ചോ? നിന്റെ ഒരു കോള് പ്രതീക്ഷിച്ച ഞാൻ ഇത്രയും സമയം ഉറങ്ങാതിരുന്നത്. അതിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞില്ലേ? ദേ, വേഷം കിട്ടി ഇറക്കല്ലേ കാർത്തികേ. ഒന്നും ഉണ്ടാകാഞ്ഞിട്ടാണോ നീ ഇത്രയും സമയം ഉറങ്ങാതിരുന്നത്? ഉറങ്ങാതിരുന്നതല്ല, ഉറങ്ങാൻ കിടന്നതാ. ഉറങ്ങുകയും ചെയ്തു. പക്ഷേ ഞെട്ടി എണീറ്റു. എങ്ങോട്ടാ വിഷ്ണു പോയത്? അതെനിക്കറിയില്ല. ആരെ അറിയിക്കാതെ പോവുകയാണെന്നാ എനിക്ക് തോന്നിയത്. എങ്കിൽ ഉറപ്പായും വിഷ്ണു പോയിരിക്കുന്നത് ശാലിനിയെ കാണാനായിരിക്കും. ഈ കാര്യം നീ സത്യാമ്മയെ അറിയിക്കണം ഉടനെ. അയ്യോ, ഞാൻ പറയില്ല. നീ പറയും. ഒരൊറ്റ ഫോൺ കോളിന്റെ കാര്യമേ ഉള്ളൂ. സത്യാമ്മ തന്നെ നിന്റെ വീട്ടുകാരെയും ജയശങ്കറിനെയും ഒക്കെ വിളിച്ചോളൂ. സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നിന്റെ അവന്റെ കല്യാണം നടത്തിക്കൊള്ളൂ. പറയില്ലേ നീ? പറയാം. സത്യാമ്മ, നീ ഇത് ഒരു പരാതി പോലെയൊന്നും അറിയിക്കരുത്. അറിയാതെ നിന്റെ നാവീന്ന് വീണതുപോലെ വേണം അറിയിക്കാൻ. വിഷ്ണു
ഈ സമയത്ത് പുറത്തു പോയ വിവരം. ബാക്കിയൊക്കെ അവര് തന്നെ ഊഹിച്ചെടുത്തോളൂ. നീ ഒരു കംപ്ലൈന്റ് ബോക്സ് ആണെന്ന് ആദ്യമേ അവർക്ക് തോന്നരുത്. ഭർത്താവ് പഴയ ഭാര്യയെ കാണാൻ പാതിരാത്രി ഇറങ്ങി പോകുമ്പോ നിശബ്ദമായി കണ്ണീർ കുടിച്ചിറക്കുന്ന കണ്ണീർ നായിക, അതാണ് നിന്റെ റോൾ. മനസ്സിലായോ? കേട്ടല്ലോ? കേട്ടു. പറഞ്ഞതുപോലെയൊക്കെ നടന്നിരിക്കണം. അപ്പോ ബൈ. വിളിക്കാൻ തോന്നിയത് എത്ര നന്നായി ശാലിനി. ദൂരെ നിന്നു പോലും വിഷ്ണു നിന്നെയോ നീ അവനെയോ കാണാൻ പാടില്ല. ആ മനോവ്യഥയുടെ തീച്ചുളയിൽ വെന്തുരുകിയാവണം വിഷ്ണു ഇന്ന് കണ്ട സ്വപ്നം നീ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ. ഇത് കുടിക്ക് ദേവേട്ട. താങ്ക്സ്. ചോറെടുക്കായിരുന്നല്ലോ മോനെ. ഈ സമയത്തോ? മോനറിയാലോ, ഒരാൾക്ക് കഴിക്കാനുള്ളത് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. മോനെയൊക്കെ അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുമോ? ഇതിനിടെ ഞങ്ങൾ രണ്ടാളും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫുഡ് തട്ടി. വല്ലപ്പോഴൊക്കെ അല്ലേ ഞങ്ങൾ ഒരുമിച്ച്. അല്ല, അപ്പം ആളിവിടെ ഉണ്ടോ? ഇല്ല, കൊല്ലത്തിന് വിട്ടു. എനിക്ക് രാത്രി 12:30 ദുബായ് ഫ്ലൈറ്റ്. കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോൾ ശാലിനിയെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. എന്താ ദേവേട്ട അർജന്റായിട്ട്? ശാലിനി, തേജസ്വിനി പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളുടെ പൂർണ്ണ രൂപം അറിയുന്നത്. സംഭവങ്ങളൊക്കെ ഇത്രയും സീരിയസ് ആയിട്ടും ശാലിനി എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഒരു അത്യാഹിതം സംഭവിച്ചു. അതിലുള്ള പരിക്കുകളും മുറിവുകളും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വേദന മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം വേദനകളെ സ്നേഹിക്കുന്നവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ കൂടുകയല്ല കുറയുക ചെയ്യാം. അവരുടെ അനുതാപം കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സങ്കടം തോന്നും. പിന്നെ നമുക്കിത് സംഭവിച്ചല്ലോ എന്നോർത്ത് അവരുടെ വേദന. ഇതെല്ലാം ഓർത്ത ദേവേട്ടനോടൊന്നും പറയാതിരുന്ന. പക്ഷെ ശാലിനി, ഞാൻ കാരണമല്ലേ ഇതെല്ലാം? ദേവേട്ടൻ കാരണമെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. അതാ എൻ്റെ വിധി. ശാലിനി, ഞാൻ നിന്റെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? ആ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താവുന്നതല്ലേ ഉള്ളൂ. സത്യയുടെ പാരൻസിനെ കാണണമെന്ന് അന്ന് പ്രിൻസിപ്പൾ വാശി പിടിച്ചതുകൊണ്ടല്ലേ ശാലിനിയുടെ ഒരു പകരക്കാരനായിട്ട് എന്നെ അങ്ങോട്ട് അയച്ചത്.
അവിടെ ഞാനല്ല സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞത്. മറ്റുള്ളവർ അതെന്നിൽ ആരോപിക്കുകയായിരുന്നു. താങ്ക്സ്. സത്യഭാമയുടെ ഫാദറല്ലേ നിങ്ങള്? അത് ഞാൻ തിരുത്താൻ പോയില്ല. സ്കൂളുകാർ ക്രൂശിച്ച കുട്ടിയായിരുന്നു ആ സമയം സത്യ. നേരിട്ട് കണ്ട പ്രിൻസിപ്പാളും പത്മിനിയെ സ്കൂളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ കുട്ടിയുടെ പാരന്റ് ആണെന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. അച്ഛനെ പോലെ അടുത്ത റിലേറ്റീവ് അല്ല, സത്യയുടെ അമ്മയുടെ ഫ്രണ്ട് മാത്രമാണ് ഞാനെന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത്. എന്നെ പോലെ ഒരാളുടെ സംരക്ഷണ കവചം സത്യയ്ക്ക് ആ സമയം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അത് മാറ്റി പറയേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. പിന്നീടത് മാറ്റി പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിൽ എത്തിയതിനു ശേഷം സത്യാമ്മയെ കണ്ടപ്പോൾ